അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഈ ലോകത്ത് മാത്രമല്ലല്ലോ, പരലോകത്താണ് നമുക്ക് ജീവിതത്തിൻ്റെ വിജയം നമുക്ക് കൈവരിക്കേണ്ടത്. പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായിരിക്കുന്ന കർമ്മങ്ങളാണ് നാം ദുനിയാവിൽ വെച്ച് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ എന്നാണല്ലോ, പാരത്രിക ലോകത്തേക്കുള്ള കൃഷിസ്ഥലമാണ് ദുനിയാവ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് വിജയം, ഈ ലോകത്ത് നമുക്ക് വിജയം ലഭിക്കുന്നതോടുകൂടി, അതായത് ഈ ലോകത്ത് ശാന്തിയോടെ സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാനുള്ള അവസരം ലഭിക്കുന്നതോടുകൂടി പരലോകത്തും കൂടി നമുക്ക് ഉന്നതമായിരിക്കുന്ന സ്ഥാനത്തിൽ എത്തിപ്പെടാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമാം യാ അലിയു യാ അലിയു എന്ന നാമത്തെ നാം ഉച്ചരിക്കുക. അത്യുന്നതൻ എന്ന് തന്നെയാണ് യാ അലിയു. പല ഇസ്മകൾക്കും സാമ്യമായിരിക്കുന്ന സാരമാണുള്ളത്. അപ്പോൾ ഏറ്റവും അത്യുന്നതൻ എന്നാണ് യാ അലിയു എന്നതിൻ്റെ സാരം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമുക്കുണ്ടാകണമെങ്കിൽ, മനസ്സിൽ നിന്ന് അഹങ്കാരം വിട്ടൊഴിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകാൻ യാ കബീർ യാ കബീർ എന്ന പരിശുദ്ധമായ ഇസ്മിനെ നാം ഉച്ചരിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു നമ്മുടെ ഹൃദയം സംശുദ്ധമാക്കി ഈ ലോകത്തും പരലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.